പാടാൻ പോകുന്ന കസ്തൂരി മൺമിഴി എന്ന പാട്ടാണ്. ഈ പാട്ടിൽ അഭിനയിച്ചത് ജയൻ അങ്കിളാണ്. ജയൻ അങ്കിളിനെ ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എൻ്റെ അച്ഛൻ ജയൻ സാറിന്റെ ഫാനാണ്. പിന്നെ ജയൻ സാറ് അഭിനയിക്കുന്നതൊക്കെ കാണുമ്പോൾ അച്ഛനൊക്കെ ഭയങ്കര ചിരിയൊക്കെ തോന്നും. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്താണിത്? ഇത് ജയൻ. തീരം തേടും തിരയുടെ പാട്ടിൽ ജയനാണോ? കുറച്ച് ശശി തരൂരുണ്ടല്ലോ. ചെറിയൊരു ശശി തരൂരുണ്ട്. ഞാൻ ശശി തരൂർ കണ്ടിട്ട് ഓർമ്മയുണ്ടോ അങ്കിളിന്? എന്നെ കണ്ടിട്ട് ഓർമ്മയുണ്ടോ? കണ്ടിട്ട് ഓർമ്മയുണ്ടെന്ന്. എവിടെയാ കണ്ടത്? ആൽബം. ഞാൻ അഭിനയിച്ച ആൽബത്തിൽ നീയാണ് അഭിനയിച്ചത് കുട്ടിയായിട്ട്. കലക്കി. ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിച്ച ആൽബം ആരോടും പറയണ്ട. അനീവനുണ്ട്. ഓർമ്മയുണ്ടോ? അവന് കണ്ണാടി വെച്ചപ്പോ മണിയനീച്ചയുടെ ചായ. ഈച്ചയുടെ കണ്ണിന് ഭയങ്കര കളറല്ലേ? കണ്ണാടി വെച്ചേ, കണ്ണാടി വെച്ചേ. അവന് കാണുന്നില്ല. ഒന്ന് വെച്ചേ. ആ കണ്ട ഈച്ച. ഇതാരും മണിയനീച്ച. ഇല്ല, ഇപ്പൊ പോയി. കൊള്ളാം. ഇതിപ്പോ ജയനാണോ? ജയന, ഒരു ജയന്റെ ഒന്ന് ഡയലോഗ് പറഞ്ഞു. ഒരു ഇപ്പൊ ജയനായി കണ്ടു. ഒരു ജയന്റെ മ്യൂസിക് ഒന്ന് വായിച്ചു. ഒരു ജയന്റെ മ്യൂസിക് മാത്രം പാട്ടിലേക്ക് കിടക്കുന്നതിനും ഒന്ന് പുറംതിരിഞ്ഞ്. ഒരു ഡയലോഗ് പറ. ഇനി പാട്ട് പാടുമ്പോ നിങ്ങൾക്ക് കാണാലോ. ഓ, ഇനി പാട്ട് പാടുമ്പോ കാണാലോ. ശരി, എന്നാ കണ്ടോളാം കേട്ടോ. അന്തരിച്ചു പോയ മഹാനടൻ, ആ കാലത്തിൽ നമ്മളെ വിട്ടുപോയ ജയൻ സാറ്, അദ്ദേഹം ചിരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ ചിരിക്കുമ്പോൾ എന്തെങ്കിലും തമാശ കണ്ടു കഴിഞ്ഞാല് ഹഹാ എന്ന് പറഞ്ഞ് നേരിട്ട് ചിരിച്ചു തുടങ്ങുമല്ലോ. പക്ഷെ ജയൻ സാറ് മാത്രം ചിരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു പിക്കപ്പ് ഉണ്ട്. വെറുതെ ചിരിക്കൂല. എന്തെങ്കിലും തമാശ ഉണ്ട് കഴിഞ്ഞാൽ ആ ആ ചെറിയ പിക്കപ്പ് ഇട്ടിട്ടേ ഇരിക്കുള്ളൂ കേട്ടാ. ഇനി നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാവർക്കും വേണ്ടി ഞാനൊരു ഗാനം ആലപിക്കുകയാണ്. ആ ആ
പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുമേ ആത്മകശം പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുമേ ആത്മകശം നീ എന്നിലോ ഞാൻ നിന്നിലോ നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി ചേരുന്ന തീനിമിഷം കസ്തൂരി മാൻമിഴി മലർച്ചരമേതോ കൽഹാര പുഷ്പങ്ങൾ പൂമര പെയ്തോ സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരി സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരി സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി സായാഹ്നമേഘം നിൻ കവിളിൽ താരാകളങ്ങനി പൂമിഴിയിൽ സായാഹ്നമേഘം നിൻ കവിളിൽ താരാകളങ്ങനി പൂമിഴിയിൽ പൂതിങ്കളോ കേൾക്കുമ്പിളോ പൂതിങ്കളോ ചേർക്കുമ്പിളോ പൊന്നോമൽ ചുണ്ടിലെ മന്ദസ്മിതം കസ്തൂരി മാൻമിഴി മത്സരമേതോ കൽഹാര പുഷ്പങ്ങൾ പൂമര പെയ്തോ കസ്തൂരി മാൻമിഴി മത്സരമേതോ കൽഹാര പുഷ്പങ്ങൾ പൂമര പെയ്തോ എവരിബഡി ലാ 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 എന്തായത് പാട്ട്? ജയന്റെ ഒരു ഫുൾ ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ. നന്നായിരുന്നു. ഒരു കൈഡി കൊടുക്കാം. മോന് ഡോറ അറിയോ? ഡോറ മോന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡോറ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഞാൻ ടിവിയിൽ എപ്പോഴും കാണാറുണ്ട്. അത് മോന് ജയനല്ലേ? അപ്പൊ മോന് ഡോറ കിട്ടിയ ഡോറ തൂക്കിയെടുത്തോണ്ട് പോവോ? പോവും. അപ്പൊ ഞാൻ കാണിച്ചിട്ടെ ഡോറെ. ഡോറ ദേണ്ട അവിടെ ഇരിപ്പുണ്ട്. മോൻ പോയി തൊട്ട് നോക്കിയോ. ദാ. തൊട്ട് നോക്കിയോ. തൊട്ട് നോക്കിയാ പോ. ജയനാണെന്ന് പറഞ്ഞിട്ട് നീ എല്ലാ ദിവസവും കാണുന്ന ഡോറയാണിത് ടിവിയില്. ഷെയ്ക്കാൻ എടുക്ക പോയിട്ട് എന്താക്കുന്ന ഇക്ലിയൊന്നും ആക്കില്ല. ഡോറയാണ്. പോയി തൊട്ട് ബാ ഞാനും വരാം. കണ്ടോ പിടിച്ചമ്മയാണ്. അത് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പേടിക്കണ്ടേ മോനെ തൊട്ട് നോക്ക്. ഇതേ മറ്റേ ചെറിയ കുട്ടിയെ ഇല്ല അതൊരു ചെറിയ കുട്ടിയെ അതിനോട് മറ്റേ ചെറിയ കുട്ടിയെ കടിച്ച പോലെ കടിക്കരുതെന്ന് പറയാട്ടോ. അത് കടിക്കും ചിലപ്പോ. തൊട്ടോ മോനെ. ഞാൻ പറഞ്ഞോ? ഞാൻ മഞ്ഞങ്ങട് അത് ചിലപ്പോഴേ കടിക്കുള്ളൂ. ധൈര്യമായിട്ട് തൊട്ടു. കണ്ടോ? ചിലപ്പോഴേ കടിക്കുള്ളൂ. ചേച്ചി തൊട്ടോ മോനെ. തൊട്ടോ മോനെ. അത് നല്ലതാട്ടോ. അത് പാവമാണ്. ധൈര്യമുള്ള ആളല്ലേ? പക്ഷേ ഇതെന്താ ഇത് കണ്ട അതൊന്നുമില്ല. അത് ഡോറയാണ്. ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന. നമുക്ക് രണ്ടുപേർക്കും തൊടാം. അത് വേണ്ട ഒരാൾ തൊട്ടോ. തൊട്ടു ഒന്നും ചെയ്തില്ല. കണ്ടോ? ഒന്നും ചെയ്തില്ല. അപ്പൊ ഇനി മുന്നിൽ പോയി നോക്കിയേ. ഇനി ഒരു ഷെയ്ക്കൻ്റെ അടുത്തേ. ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഷെയ്ക്കൻ്റെ
മുന്നിൽ പോയി ഡോറ ഇരുന്നോ? ഷേക്ക് ഷേക്കൻ. എടാ, അങ്ങനെ കൊടുത്താ എങ്ങനെയാ? അടുത്ത് പോ. അതൊരു അവനെ ബൊമ്മയാണ്. തള്ളി അങ്ങ് പിടിപ്പിച്ച എസ്തറേ. അടുത്തോട്ട് പോ. എത്ര മടിയിൽ പിടിച്ചിരുത്തി പിടിച്ചെടുത്തിക്കെ വാ, പിടിച്ച വലിച്ചോ അങ്ങ് പിടിച്ചു കൊടുത്തേ. ആ ഡോറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് നോക്കിയേ. ഇതൊരാളല്ലേ? അല്ല മോനെ, ബാറ്ററിയാ മോനെ, ബാറ്ററി. ബാറ്ററി ആണെങ്കിൽ എന്നെ നീ ഇക്കിളിയാക്കുന്ന. അതിപ്പോ ഇക്ലിയാക്കുന്ന അറിഞ്ഞൂടാ, കാരണം ഡോറയ്ക്ക് തോന്നി മോനെ ഇക്ലിയാക്കണമെന്ന്. മോനൊന്ന് പോയി കൈ കൊടു, ധൈര്യമുണ്ട്, ജയനല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കൈ കൊടുക്കും. ഞാൻ കൊടുത്തില്ല, ഷേക്കാൻ ഞാൻ കൊടുത്തില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്? കൊടുക്ക്. ദേ, മാറ് മാറ്, അവൻ കൊടുക്കും. കണ്ടില്ലേ? ഇനി നീ ഇനി കൊടുക്കും. അവൻ കൊടുക്കുക. എന്റെ കൂടെ വാ. അതെന്തിനാ? ഇരിക്ക്. കൈ കൊടുക്കടാ. കൈ കൊടുക്ക്. അങ്ങോട്ട് ചെല്ലടാ. കൊടുക്കടാ, ജടാ ജയനാണ് നീ. 1 കൊടുക്ക്. 2 ആ, കൈ കൊടുക്ക്, 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 ജയനാണ് നീ. ആ, ധൈര്യമായിട്ട് പോട്ടെ, കൊടുക്ക്. കുഴപ്പമില്ല, പോട്ടെ. പോട്ടെ, പോട്ടെ. എസ്തർ എസ്തർ. എടാ, തൊടറാ. നടിക്കരുത് പക്ഷെ. ആ ഡോറ എണീപ്പിച്ചാരെങ്കിലും. ഡോറ എണീപ്പിച്ചേ. അവൻ ഇവനെ കണ്ട് പേടിച്ചു എന്ന് തോന്നുന്നു. ഡോറയ്ക്ക് എഴുന്നേക്കാൻ പറ്റോ? അയ്യോ. പിടിച്ചോ ഡോറെ, അവനെ ഓടിച്ച് പിടിച്ചോ. അവനെ ഓടിച്ചിട്ട് പിടിച്ചോ. അവനെ പിടിയെ. ഓടിച്ചിട്ട് പിടിച്ചോ. നീ ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ? ഡോറെ ഓടിച്ചിട്ടൊന്ന് പിടിക്കോ. ഇവിടെ വന്നാണോ? വാ. വേണ്ട, വേണ്ട, വേണ്ട. അതെ ഗ്രേഡ് ഒക്കെ പറയണെങ്കിലേ ഇവിടെ വന്ന് അതെ ശ്രീഹരി ഹലോ. ആ ഗ്രേഡ് വേണമെങ്കിൽ അടുത്ത് പോയി നിൽക്കണം. ഡോറയുടെ അടുത്ത് പോയി കൈ പിടിച്ച് നിന്നാൽ നമ്മൾ ഗ്രേഡിനെ പറ്റി സംസാരിക്കും. എടാ, നീ എന്തിനാ പേടിക്കുന്നത്? ദേ, പേടിക്കുന്നു. എന്റെ കൈ പിടിക്കേ. ചേച്ചി ആ കൈയും കൂടി പിടി. എന്നെ അടിക്കരുതേ. ഒന്നും ചെയ്യില്ല, വാ. നീ ആ കണ്ടോ കണ്ടോ, അടുത്ത് വന്നു. ആ, ഒരു ഹഗ് ഡോറ ഒരു ഷേക്കേൻ്റെ കൊടുക്കോ ഞങ്ങളുടെ ശ്രീഹരിക്ക്? അയ്യോ. എടാ, നല്ല കുട്ടിയായിട്ട് ഒരു ഷേക്കേൻ്റെ കൊടുക്ക. വാ, ഇതാ കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. അടുത്ത് പോയി നിൽക്ക്. അതിനെ പേടിക്കണ്ട. തൊട്ടടുത്ത് നിൽക്ക്. ആ എന്റെ ഫ്രണ്ട്സ് ആവോ? friends ആയി, കണ്ടോ? അതിലല്ലേ നിന്നെ വിളിച്ചത്, ഫ്രണ്ട്സ് ആവാനല്ലേ നിന്നെ വിളിച്ചത്. നീ എന്തിനാ പേടിച്ചത്? കഷ്ടം, നാണക്കേട്. നിന്റെ നിക്കർ മുഴുവൻ നനഞ്ഞു. ആ കണ്ടോ? അടുത്ത് പോയി നിൽക്ക്, ചേർന്ന് നിൽക്ക്. എന്തായാലും ഡോറയുടെ ഒരു ഫോട്ടോ എടുക്കണം. ഒരു 8 സെക്കൻഡ്. ഓ, കുഴപ്പമില്ല. പിടിച്ചോണ്ട് നിന്നോ. റെഡി 1 2 3 എടുത്തു. ഓക്കെ. കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന അലവലാതി ഡോറ. ഡോറ. അവൻ ഇവിടെ അല്ല ശ്രദ്ധിക്കുന്നത്. വടിയെടുത്തു ഓടിക്കും. ഇവിടെ എന്താ? ഒരു അലവലാതി മീശയും ഒരു തല്ലിപ്പൊളി കൂളിംഗ് ഗ്ലാസും. പാട്ട് എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? സൂപ്പർ ആയിട്ട്. ആരും എന്നൊരു കാര്യം ചെയ്യും. നീ തോന്നിയത്. അന്നാ നീ ഇവിടെ വന്നിരിക്കും. എം ജി അണ്ണൻ അവിടെ പോയെന്ന് പാടും. നീ ഇവിടെ വന്നിരിക്കും, ഞാൻ അവിടെ വരാം. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു. ഞാൻ പാടാം. ഇതിനെ എനിക്ക് പാടിയതിന് എത്ര മാർക്ക് തരും? A+. അവനെ അറിയാൻ കേട്ടോ, വീന്ദ്രനാണ് അവൻ, വീന്ദ്രൻ. അവൻ എന്നാലും ടോപ്പ് കൊടുക്കുന്നില്ലെന്നുള്ളതാ. നന്നായിട്ട് പാടിവനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡാൻസേഴ്സ് നന്നായി. ഈ പാട്ട് പാടിയതിന് അങ്കിളുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്ത്? രണ്ടുപേർക്ക് ചേർന്ന, ശ്രീഹരിക്കും ഡോറയ്ക്കും ചേർന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഏത്? ഇപ്പൊ വരും. ചേട്ടാ ഒരു ക്ലിക്ക് എടുക്കൂ ചേട്ടാ. വലിയ സ്റ്റാർസിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. സൂപ്പർ സ്റ്റാർ ശ്രീഹരിയുടെ കൂടെ, ഡോറയുടെ കൂടെ. സാർ എന്നാ എല്ലാരും രമേശ് ചേട്ടാ, സിദ്ധാർത്ഥ ചേച്ചി പ്ലീസ് ഒരുമിച്ച്. തൂവാലൻ തുമ്പികളെപ്പോൾ പായുന്നേ പാരിനുമീതെ സുഖമണിയുമി ബാല്യമിതാ. തുമ്പപ്പൂ പുഞ്ചിരിയോടെ കണ്ണോരം പൂത്തുവിടന്നി കുളിരൊഴുകിയ കാലമിതാ. ഓരോ ചുവടിലും പുതുമയോടെ. വിഷു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ മകന്റെ പാട്ടിനെ കുറിച്ച്? അവന്റെ പാട്ട് വളരെ ഗംഭീരമായിരുന്നു. ഡാൻസ് നന്നായിരുന്നു. അതിനു മുമ്പ് ഞാൻ വെറുതെ ഒന്ന് ജയനെ അനുകരിക്കാൻ പറഞ്ഞപ്പം ആ കാണിച്ച അനുകരണത്തിന്റെ ഏരിയ നന്നായിരുന്നു. പാട്ടൊക്കെ നല്ല ആ മൂഡ്, ആ സിനിമയിൽ എന്ത് മൂഡായിരുന്നു ആ ലെവലിൽ തന്നെ പാടി. ഒപ്പം ഡോറെ കണ്ടപ്പോൾ മാത്രം ജയൻ ഒന്ന് പാളിപ്പോയിട്ടുണ്ട്.
ഡോറെ കണ്ട് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ബാക്കി എല്ലാം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഡോറ അത് ആരാ തോണ്ടിയെ? വിശാലടി അങ്കിളാ. ആ വെറുതെ പോയ ഞാനായ കുറ്റം. ഓക്കെ, നമുക്ക് ഗ്രേഡിലേക്ക് പോവാം. എന്താണ് നമ്മുടെ മക്കളൊക്കെ എത്ര നന്നായിട്ടാണ്, നമുക്ക് വളരെ പ്രൗഡ് മൊമെന്റ്സ് ആണ് ടോപ്പ് സിംഗറിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ ശ്രീഹരിക്കുട്ടന്റെ കസ്തൂരി മാൻമിഴി മലസരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. Everybody. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ശ്രീഹരി, എന്നാ പിന്നെ നിന്റെ ഡോറേനെ കൊണ്ട് പൊക്കോ. ഡോറേനെ കൊണ്ട് പോയിട്ട് ഞാൻ പച്ച ബുക്കിൽ എഴുതിയിട്ട് വരാം. പച്ച ബുക്കിലോ? ആ, അതെന്താണ് പച്ച ബുക്ക്? അത് ട്രീറ്റ് എഴുതാൻ വേണ്ടി. ആരെങ്കിലും മോനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ ട്രീറ്റ് എഴുതും. ഇതാര് ഇപ്പൊ പറഞ്ഞു? എല്ലാവരും ഞാൻ എഴുതിയിട്ടുണ്ട് നല്ലതാന്ന് പറഞ്ഞിട്ട്. ഇത് ആരാണ് നിനക്ക് പഠിപ്പിച്ചു തന്നത്? അത് പറയാൻ പറ്റൂല. ഒരാള് ഫ്രാൻസിസ് ചേട്ടനാണോ, ലിനിച്ച് ചേട്ടനാണോ, ഏത് ചേട്ടനാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്? സുനിലങ്കിൾ. സുനിലങ്കിളാണ് ഇത് പഠിപ്പിച്ചു തന്നെന്ന്. എം ജി അണ്ണാ, ഈ പറ്റുബുക്ക് എന്ന് പറഞ്ഞ പരിപാടി എന്താണെന്നറിയാമോ? നിങ്ങൾ മാർക്ക് ഇടുമ്പം അറിയാതെ ഇപ്പം അങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ തവല വായിക്കണ ദാസനോട് പറയാണ്, ദാസൻ നിങ്ങൾ വളരെ നന്നായി വായിച്ചു എന്ന് പറഞ്ഞാൽ ദാസപ്പന്റെ 2 ക്ലോസപ്പ് അതിൽ വരുമല്ലോ. അപ്പൊ തന്നെ ഒരു ബാക്കി 8 പേരും കൂടെ പുള്ളിയുടെ പറ്റുബുക്കിൽ എഴുതും. പുള്ളി അന്നത്തെ ചെലവ് പുള്ളി വായിക്കണം. അടുത്ത ദിവസം നിങ്ങൾ ചിലപ്പോ വേറെ ആരുടെങ്കിലും ഇപ്പൊ കീബോർഡ് വായിക്കുന്ന കണ്ണനോട് കണ്ണാ നിങ്ങൾ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുള്ളിയായി അന്നത്തെ പറ്റുബുക്ക്. എന്നിട്ട് അന്ന് രാത്രി പുള്ളി വേണം ഇവർക്കെല്ലാം ഉള്ള കുപ്പി മേടിച്ചു കൊടുക്കാൻ. അയ്യോ പച്ചവെള്ളം പിന്നെ മിനറൽ വാട്ടറിന്റെ കുപ്പി. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, വെള്ളം കുടിക്കേണ്ട മനുഷ്യന്. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ പിന്നെ ടാറ്റാ. ടാറ്റാ. ഇതാണ് പറ്റു. ഏതാണ്? ഇതാണ് ഇവിടുത്തെ പച്ച ബുക്ക് അല്ലേ? ആ. ഇതാ എഴുതിട്ട് പൊക്കോട്ടോ. അപ്പൊ ശരി, നിന്റെ ട്രീറ്റ് എഴുതിക്കോട്ടോ. ഇറങ്ങാൻ പറ്റും. ആ പറ്റും. എങ്ങനെ 3 പേര് എടുത്തോണ്ട് വന്ന ഡോറയാ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നവരുണ്ട്.